വെൽക്കം ടു വൈൽഡ് മാലോ. ഇന്നത്തെ വീഡിയോ കേരള ജോഗ്രഫിയിൽ വരുന്ന പുതിയ SCRT ചാപ്റ്റർ ആയിട്ടുള്ള 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 8 നാടറിയാം എന്ന ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോ. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതിലാദ്യം നമുക്കൊരു കവിതയാണ് പഠിക്കാനുള്ളത്. പച്ചയാം വിരിപ്പിട്ട് സഹിനിൽ തലവെച്ചും സ്വച്ഛാപ്തി മണൽത്തിട്ടാം പാദോപദാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുഗമത്തെ കാത്തുകൊള്ളുന്നു കുമാരിയും ഗോകർണേശ്വനുമേ. ഈ കവിത എഴുതിയത് വള്ളത്തോൾ നാരായണമേനോനാണ്. അദ്ദേഹത്തിൻ്റെ മാതൃവന്ദനം എന്ന കൃതിയിൽ നിന്നാണ് ഈ വരികൾ എടുത്തിട്ടുള്ളത്. അടുത്തൊരു പോയിന്റ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ തെക്കേ അതിർത്തിയിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത് എന്ന പോയിന്റാണ്. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ തെക്കേ അതിർത്തിയിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായിട്ട് കടന്നു പോകുന്ന പ്രധാന ഗതാഗത മാർഗം ഏതാണ്? മാപ്പിൽ നമുക്ക് കാണാൻ പറ്റും. റെയിൽപാതയാണ് ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായിട്ട് കടന്നു പോകുന്ന പ്രധാന ഗതാഗത മാർഗം. ഈ ചാപ്റ്ററിൽ ആദ്യം നമുക്ക് വിശദമായിട്ട് പഠിക്കാനുള്ളത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ കുറിച്ചിട്ടാണ്. നോക്കാം. കേരളത്തിൻ്റെ ഭൂപ്രകൃതി പ്രധാനമായിട്ട് 3 ഭൂപ്രകൃതി വിഭാഗമാണ് കേരളത്തിനുള്ളത്: തീരപ്രദേശം, ഇടനാട്, മലനാട്. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെയും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം നോക്കാം. മലനാട് 75 മീറ്ററിന് മുകളിലാണ് മലനാട്. ഇടനാട് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണ്. തീരപ്രദേശം 75 മീറ്ററിൽ താഴെ. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? തീരപ്രദേശമാണല്ലേ. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ലക്ഷദ്വീപ്. തമിഴ്നാട് കർണാടകമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഇടനാടാണ്. തമിഴ്നാട്, കർണാടകം തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ അതിർത്തിയുമായിട്ട് പങ്കിടുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഇടനാട്. ഇനി ഓരോ ഭൂപ്രകൃതി വിഭാഗത്തെ കുറിച്ചിട്ട് നോക്കാം. മലനാട് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതങ്ങളും ഉൾപ്പെടുന്നതുമായിട്ടുള്ള ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട് എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിലാണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാഭവുമായ പ്രദേശമാണ് മലനാട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് ഏത് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്? മലനാടിൽ നിന്നാണ്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് ഏത് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്? മലനാട്ടിൽ നിന്നാണ്. അടുത്തത് ഇടനാട്. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാടെന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഇടനാടിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഇടനാടിൻ്റെ പ്രത്യേകത. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഇടനാടിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഇടനാടിൻ്റെ പ്രധാന സവിശേഷതകൾ. അടുത്തത് തീരപ്രദേശമാണ്. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് തീരപ്രദേശം. കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരം. തീരപ്രദേശത്തിൻ്റെ ഉയരം കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 7.5 മീറ്റർ വരെയാണ് ഉയരം. അടുത്തത് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേരളത്തിൻ്റെ കാലാവസ്ഥയെ കുറിച്ചിട്ടാണ്. ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് കേരളം എന്ന് പറയുന്നത്. കേരളത്തിൽ പ്രധാനമായിട്ടും 2 മഴക്കാലങ്ങളാണ് ഉള്ളത്: തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ കാലവർഷം, വടക്കുകിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷം. കേരളത്തിൽ പ്രധാനമായിട്ടും 2 മഴക്കാലങ്ങളാണുള്ളത്: തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ കാലവർഷം, വടക്കു കിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷം. കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് ലഭിക്കുന്നത്. കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും ലഭിക്കുന്നത് ഏത് മഴക്കാലത്താണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത്. കേരളത്തിലെ വേനൽക്കാലം ഏതൊക്കെ മാസങ്ങളിലാണ്? മാർച്ച് ടു മെയ് ആണ്. കേരളത്തിൽ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ് അനുഭവപ്പെടുന്നത്. ഇക്കാലത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു. വേനൽക്കാലത്ത് ഇടയ്ക്കെത്തുന്ന മഴ ചൂടിൻ്റെ തീവ്രതയ്ക്ക് കുറച്ച് ആശ്വാസവും നൽകുന്നുണ്ട്. മൺസൂൺ കാറ്റുകളെ കുറിച്ച് നോക്കാം. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറ്റി വീശുന്ന കാറ്റുകളെയാണ് മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറ്റി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഉള്ള മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ.
കടലിൽ നിന്നും വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹിനികളാണ്. കടലിൽ നിന്ന് വീശുന്നത് കൊണ്ട് ഈ കാറ്റുകൾ എന്താണ്? ഈർപ്പവാഹിനികളാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു. ഇതിന്റെ ഫലമായി കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. കേരളത്തിൽ ഈ മഴക്കാലത്തെ കാലവർഷവുമെന്നും അറിയപ്പെടുന്നു. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ കടലിൽ നിന്ന് വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹിനികളാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തി ഇതിന്റെ ഫലമായിട്ട് കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇതിനെയാണ് നമ്മൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത്. കേരളത്തിൽ ഈ മഴക്കാലം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കാലവർഷം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ വിപരീത ദിശയിൽ വടക്ക് കിഴക്ക് നിന്ന് വീശുന്നു. ഈ കാറ്റുകളെ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഈ മഴക്കാലം കേരളത്തിൽ തുലാവർഷം എന്നാണ് പറയുന്നത്. വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ പൊതുവെ വരണ്ട കാറ്റുകളാണ്. ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് ഇവ ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നത്. ഈ മഴക്കാലത്തെ കേരളത്തിൽ അറിയപ്പെടുന്ന പേരാണ് തുലാവർഷം. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിലെ മണ്ണിനെ കുറിച്ചിട്ടാണ്. ഇവിടെ ഒരു കവിത തന്നിട്ടുണ്ട്. ഈ പാട്ട് അട്ടപ്പാടിയിലെ ഇരുളരുടെ പാട്ടാണ്. മണ്ണേ നമ്പിലേലയ മരമിരുക്ക് എന്ന് പറയുന്ന ഈ പാട്ട് അട്ടപ്പാടിയിലെ ഇരുളരുടെ പാട്ടാണ്. അടുത്തത്, എങ്ങനെയാണ് മണ്ണ് രൂപപ്പെടുന്നത്? ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് കാരണമായ പ്രധാന ഘടകങ്ങളിൽ ഒന്ന് മണ്ണാണ്. പാറ പൊടിഞ്ഞ് മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ടാണ് നടക്കുന്നത്. ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റു സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുന്നതിന് പ്രധാന കാരണമാകുന്നു. മണ്ണ് രൂപപ്പെടുന്നതിന് പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം ഇതെല്ലാം മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്ന പ്രവർത്തനങ്ങളാണ്. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷം വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങളാണ് ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ് തുടങ്ങിയവ. ഇവ കൂടാതെ കറുത്ത മണ്ണും പീറ്റ് മണ്ണും കേരളത്തിൽ ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങളാണ് ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ്. മണ്ണിന്റെ തനത് സവിശേഷതകളെ ദോഷകരമായി ബാധിക്കുന്ന ചില സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്താണ്? അമിത രാസവള കീടനാശിനി പ്രയോഗം, പിന്നെ മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അശാസ്ത്രീയ ഖനന പ്രവർത്തനം, അശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങൾ. ഇതൊക്കെ മണ്ണിന്റെ തനത് സവിശേഷതകളെ ദോഷകരമായിട്ട് ബാധിക്കുന്ന പ്രധാന സന്ദർഭങ്ങളാണ്. അമിതമായ രാസവള കീടനാശിനി പ്രയോഗം, മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അശാസ്ത്രീയ ഖനന പ്രവർത്തനം, അശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങൾ. അതുപോലെ മണ്ണ് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റും? ഒന്ന്, കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിക്കുക, കയർ ഭൂവസ്ത്രം, കല്ലു കയ്യാല നിർമ്മിക്കുക, തട്ടുകൃഷി പ്രോത്സാഹിപ്പിക്കുക. ഇതെല്ലാം തന്നെ മണ്ണ് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് സ്വീകരിക്കാവുന്ന മാർഗങ്ങളാണ്. കണ്ടൽക്കാടുകൾ, കയർ ഭൂവസ്ത്രം, കല്ലു കയ്യാല, തട്ടുകൃഷിയൊക്കെ. ലോക മണ്ണ് സംരക്ഷണ ദിനമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്ന ദിവസമാണ് ഡിസംബർ 5. ലോക മണ്ണ് സംരക്ഷണ ദിനം എന്നാണ് ഡിസംബർ 5. അടുത്തൊരു പോയിന്റ് പഠിക്കാനുള്ളത്, ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പുസ്തകം എഴുതിയതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പുസ്തകം എഴുതിയതാരാണ്? ജവഹർലാൽ നെഹ്റു. അടുത്ത പോയിന്റ് പഠിക്കാനുള്ളത് കേരളത്തിന്റെ ജലസ്രോതസ്സുകളെ കുറിച്ചിട്ടാണ്. മനുഷ്യരുടെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രകൃതി വിഭവമാണ് ജലമെന്ന് പറയുന്നത്. ഭൂമിയിലെ ജലത്തിന്റെ സ്രോതസ്സുകളിൽ 2 എണ്ണമാണ്. ഒന്ന് പുഴകളും ഒന്ന് നീരുറവകളും. കിഴക്ക് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിറക്കങ്ങളോടുകൂടി ചെരിവായി നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റെത്. കിഴക്ക് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിറക്കങ്ങളോടുകൂടി ചെരിവായിട്ട് നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റെത്. സഹ്യപർവ്വത നിരകളിൽ നിന്നുത്ഭവിച്ച് കായലിലേക്കും കടലിലേക്കും ഒഴുകുന്ന നദികൾ കേരളത്തെ ജലസമൃദ്ധമാക്കുന്നു. ഇവ കൂടാതെ നിരവധി തടാകങ്ങളും കുളങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. ഇവയിൽ 3 നദികൾ കിഴക്കോട്ടും 41 നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. കേരളത്തിലാകെ 44 നദികളുണ്ട്. ഈ 44 നദികളും ഉത്ഭവിക്കുന്നത് മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. ഈ 44 നദികളിൽ 3 നദികൾ കിഴക്കോട്ടും 41 നദികൾ എങ്ങോട്ടാണ് ഒഴുകുന്നത്? പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്.
ലോകത്തിലെ ആകെ ജലലഭ്യതയുടെ വളരെ ചെറിയൊരു അളവ് മാത്രമാണ് ശുദ്ധജലമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തെല്ലാം മാർഗങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ജലസംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയും? മഴക്കുഴി, മഴവെള്ള സംഭരണി, തടയണ, പുതയിടൽ ഇതെല്ലാം തന്നെ ജലസംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന മാർഗങ്ങളാണ്. ജലാശയങ്ങൾ മലിനപ്പെടുന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്നു. നിലവിലെ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ആ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതി ഹരിത കേരളം മിഷനാണ് നിർവഹിക്കുന്നത്. മാലിന്യമുക്തം നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് നിർവഹിക്കുന്നത്. തെളിനീരൊഴുകും നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് നിർവഹിക്കുന്നത്. ജൽജീവൻ മിഷൻ കേന്ദ്ര സർക്കാർ. നിലവിലുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. 4 പദ്ധതികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഒഴുകട്ടെ ഹരിത കേരളം മിഷനാണ് നടപ്പിലാക്കുന്നത്. മാലിന്യമുക്തം നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് നടപ്പിലാക്കുന്നത്. തെളിനീരൊഴുകും നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് നടപ്പിലാക്കുന്നത്. ജൽജീവൻ മിഷൻ കേന്ദ്ര സർക്കാരാണ് നടപ്പിലാക്കുന്നത്. അടുത്ത പോയിന്റ് പഠിക്കാനുള്ളത് കേരളത്തിന്റെ വിളവൈവിധ്യത്തെക്കുറിച്ചിട്ടാണ്. ഓരോ പ്രദേശത്തെയും കൃഷി അവിടുത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൂടാതെ മണ്ണ്, ജലസേചന സൗകര്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവ കൃഷിയെ സ്വാധീനിക്കുന്നു. അപ്പോൾ കൃഷിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണ്, ജലസേചന സൗകര്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. ഇടുക്കി ജില്ലയിലെ മൂന്നാറ്, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ തേയില വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നു. കേരളത്തിൽ തേയില വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഒന്ന് ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി. പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും നെൽകൃഷി വ്യാപകമാണ്. നെൽകൃഷി വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഒന്ന് പാലക്കാട് ജില്ലയും കുട്ടനാടും. വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ വ്യത്യസ്തമായ വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യമൊരുക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, ചെരിവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിൽ തേയില, ഏലം, കാപ്പി, കുരുമുളക് മുതലായ വിളകൾക്ക് അനുകൂല സാഹചര്യമൊരുക്കുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥയും ചെരിവാർന്ന ഭൂപ്രകൃതിയുമാണ് മലനാട്ടിലെ തേയില, ഏലം, കാപ്പി, കുരുമുളക് തുടങ്ങിയ വിളകൾ ധാരാളമായിട്ട് കൃഷി ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നത്. ഭൂപ്രകൃതിയും മണ്ണിന്റെ സവിശേഷതകളും ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണമാകുന്നു. ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ള ഭൂപ്രകൃതി വിഭാഗം ഇടനാടാണ്. ഇവിടുത്തെ ഭൂപ്രകൃതിയും മണ്ണിന്റെ സവിശേഷതകളുമാണ് ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണം. മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങു വർഗത്തോടൊപ്പം തന്നെ ഇടനാട്ടിൽ എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്? വാഴകൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന സംസ്ഥാനം കേരളം. തീരപ്രദേശത്തെ എക്കൽ മണ്ണിന്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ്. നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് തീരപ്രദേശം. തെങ്ങ് സമൃദ്ധമായി വളരുന്നതിന് ഇവിടുത്തെ ഉപ്പുരസമുള്ള മണ്ണ് സഹായകമാണ്. കായലുകൾ മത്സ്യകൃഷിക്കും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തീരപ്രദേശത്ത് പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്ന 2 വിളകളാണ് ഒന്ന് നെല്ലും ഒന്ന് തെങ്ങും. കൂടാതെ കായലുകളിൽ എന്ത് കൃഷി ചെയ്യുന്നുണ്ട്? മത്സ്യകൃഷിക്കും ഉപയോഗിക്കുന്നുണ്ട്. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലുമുള്ള മണ്ണ്, നിലനിൽക്കുന്ന കാലാവസ്ഥ, ലഭിക്കുന്ന മഴ എന്നിവയ്ക്ക് അനുസൃതമായിട്ടാണ് ഇവിടെ കൃഷി രൂപപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ പല ആഘോഷങ്ങളും കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ഏറെ ബന്ധമുള്ളവയാണ്. ഓണം വിളവെടുപ്പ് ഉത്സവമാണ്. അതേപോലെ വിഷുവിനും വിളവെടുപ്പുമായിട്ടാണ് ബന്ധം. മഴക്കാലത്തിന് ശേഷം കേരളത്തിലെ ജലാശയങ്ങളിൽ നടക്കുന്ന വള്ളം കളി മത്സരങ്ങൾ, വയലുകളിൽ നടക്കുന്ന കാളപൂട്ട് മത്സരങ്ങൾ എന്നിവയും കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്ത പോയിന്റ് പഠിക്കാനുള്ളത് കേരളത്തിന്റെ തൊഴിൽ വൈവിധ്യമാണ്. ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുഗുണമായിട്ടാണ് ഇവിടുത്തെ തൊഴിൽ സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളത്. കായലോരങ്ങളിലെ തൊണ്ടുതല്ലലും കയറുപിരിക്കലും കുട്ടനാട്ടിലെ നെൽകൃഷിയും താറാവ് വളർത്തലും ഇതിന് ഉദാഹരണമാണ്. കേരളവും പ്രകൃതി ദുരന്തങ്ങളും. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ ധാരാളമുള്ള ഭൂപ്രകൃതിയാണ് കേരളത്തിനുള്ളത്. മനുഷ്യരുടെ ഇടപെടൽ മൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ കൂടാതെ ചില പ്രകൃതി ദുരന്തങ്ങളും ജീവലോകത്തെ ഹാനികരമായിട്ട് ബാധിക്കുന്നുണ്ട്. എന്താണ് പ്രകൃതി ദുരന്തങ്ങൾ? ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. എന്താണ് പ്രകൃതി ദുരന്തങ്ങൾ? ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ.
കേരളത്തിലും ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2018 കേരളത്തിലുണ്ടായ വലിയ പ്രളയം, 2019 കവളപ്പാറയിലും 2020 പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലും ഒക്കെ തന്നെ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളാണ്. ഈ പ്രകൃതി ദുരന്തങ്ങളെ കേരളം എങ്ങനെയാണ് നേരിട്ടതെന്ന് നോക്കാം. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്കായി കേരളം ഒന്നിച്ചു. സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയും യുവജനങ്ങൾ, വ്യാപാരികൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് ഈ വലിയ പ്രകൃതി ദുരന്തത്തിന്റെ തീവ്രത കേരളത്തിന് കുറയ്ക്കാനായിട്ട് സാധിച്ചു. ദുരന്ത നിവാരണത്തിനും ലഘൂകരണത്തിനുമായിട്ട് എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്? ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനം. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചില ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയുക. ദുരന്ത സാധ്യതാ മേഖലകളിൽ മുന്നറിയിപ്പുകൾ നൽകി ബോധവൽക്കരണത്തിനും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുക എന്നതാണ് ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനം. ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനം ഒരുക്കുക. ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിച്ച് ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം, ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണം നടത്തുക എന്നതൊക്കെയാണ് ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനങ്ങൾ. ദുരന്താനന്തര പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുക, ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നതൊക്കെയാണ് ദുരന്താനന്തര പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നത്. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതെല്ലാം പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായിട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളുമാണ്. ഇത്രയും പോയിന്റ്സ് ആണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.